ഇന്നത്തെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി അടുക്കളയിൽ ചെന്ന് എല്ലാ പണികളും തീർക്കാന്നുള്ള രീതിയിൽ നിൽക്കാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രവി പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം മോളൊന്നും ചെയ്യണ്ട, അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, ആ പേരും പറഞ്ഞ് ഇന്നത്തെ ഒരു ദിവസം മോൾക്ക് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന്. അങ്ങനെ ശ്രുതിയുടെ അച്ഛൻ വരാൻ വേണ്ടിയിട്ട് ചന്ദ്ര പൂജ നടത്തുന്നുണ്ട്, വഴിപാട് നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ കൊണ്ട് ഓരോ പണികൾ എടുപ്പിക്കുകയാണ്. അപ്പോൾ അവളെ കൊണ്ട് തന്നെ ഭക്ഷണം ഒക്കെ വെപ്പിക്കുന്നുണ്ട്. പക്ഷെ ഭക്ഷണം ഇങ്ങനെ വെപ്പിക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞ് ചെയ്യിക്കാണ് ചന്ദ്ര. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതിക്കുള്ള ഫുഡ് അവൾ തന്നെ അവൾക്ക് വേണ്ടി ഉണ്ടാക്കണം. അപ്പോൾ അതിലാണെങ്കിൽ ഉപ്പ് ഇടാൻ പാടില്ല എന്നൊക്കെ പറയാട്ടാ. അതിനുശേഷം നമ്മുടെ രേവതി കോലം ഇടാൻ വേണ്ടിയിട്ട് മുറ്റത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ചന്ദ്ര വന്ന് പറയുന്നുണ്ട്, നീ ഇന്ന് കോലം ഇടണ്ട, ഇത് ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് ചന്ദ്ര അകത്തേക്ക് കയറിപ്പോവാം. ആ സമയത്ത് നമ്മുടെ രവി വന്നിട്ട്, എന്താ മോളെ കോലം ഇടാത്തത്, കോലം ഇട്ടിട്ട് വേണമല്ലോ ഞങ്ങൾക്ക് പുറത്ത് പോവാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയാണ്, അതല്ല അച്ഛാ, അമ്മ പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും ചെയ്യാണ്ട് നിൽക്കണത്, അമ്മ എന്നെ കൊണ്ട് ഇടാൻ സമ്മതിക്കുന്നില്ല, എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് അകത്തേക്ക് പോയതാ, അപ്പോൾ അതിന് ശേഷം വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടാ. അപ്പോൾ ആ സമയത്ത് സച്ചി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വരാം. അപ്പോൾ സച്ചിൻ്റെ അടുത്ത് രവി പറയുന്നുണ്ട്, പൂവല്ലേ സച്ചി, കോലം ഇട്ടിട്ടില്ല, ഇതിട്ടിട്ട് വേണം നമുക്ക് പുറത്ത് പോകാനെന്ന്. അപ്പോൾ സച്ചി രേവതിയുടെ അടുത്ത് ചോദിക്കാം, എന്ത് രേവതി ഇത്ര നേരമായില്ല, എന്നിട്ട് എന്താ ഇടാത്തേന്ന്. അപ്പോൾ രേവതി സച്ചിയുടെ അടുത്ത് കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതിനെ വലിച്ചഴിച്ച് നമ്മുടെ ചന്ദ്ര പുറത്തേക്ക് കൊണ്ടുവരാണ്. എന്നിട്ട് അവളെ കൊണ്ട് നിർബന്ധിച്ച് ഇടിയിപ്പിക്കുന്നുണ്ട് കോലം. അപ്പോൾ സച്ചി രവിയുടെ അടുത്ത് പറയാണ്, അച്ഛാ, രേവതി ഇടുന്നത് കോലം, ഇവളിടുന്നത് അലങ്കോലം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് പോവാന്നും പറഞ്ഞിട്ട് സച്ചി വണ്ടി എടുത്തുങ്ങാണ്ട് അവിടെ നിന്ന് പോവാം. അപ്പം ആ സമയത്ത് നമ്മുടെ രവിയും പോകുന്നുണ്ട്, എനിക്ക് ഇതൊന്നും കാണാൻ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചന്ദ്ര ശ്രുതിയുടെ അടുത്ത് ദേഷ്യപ്പെടാണ്, ഇതൊന്നും ചെയ്യാൻ അറിയില്ലേ, എൻ്റെ 5 കുറ്റി പുട്ടിൻ്റെ അരിപ്പൊടിയാണ് നീ കളഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അകത്തേക്ക് കയറി പോവാണ്. പിന്നീട് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. നമ്മുടെ രേവതി ഉണ്ടാക്കിയ ഭൂരി എല്ലാവരും എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശ്രുതിയും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രുതിയും നമ്മുടെ രേവതി ഉണ്ടാക്കിയ ഭൂരി എടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഇത് പറ്റൂല, ഇത് ദൈവകോപം കിട്ടും, പാർലറേടത്തി വ്രതം എടുത്തിരിക്കല്ലേ, അപ്പോൾ ഏട്ടത്തി ഉണ്ടാക്കിയ ഭക്ഷണം തന്നെ വേണ്ടേ ഇപ്പോൾ ഏട്ടത്തി കഴിക്കാൻ, അതും ഉപ്പിടാത്ത കഞ്ഞി, അപ്പോൾ ഇത് രേവതി ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദൈവകോപം കിട്ടും എന്നൊക്കെ പറയാട്ടാ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി നമ്മുടെ ശ്രുതിയെ അവിടെ നിന്ന് എഴുന്നേൽച്ച് വിടുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇഷ്ടപ്പെടാണ്ട് നമ്മുടെ ശ്രുതി നമ്മുടെ സച്ചിനെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കാട്ടാ. അങ്ങനെ ദേഷ്യം പിടിച്ച് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഭൂരി കഴിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെ നിൻ്റെ ഭാര്യ വ്രതം എടുക്കുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നത്, ഇങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ രേവതിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഞാൻ വ്രതം എടുത്തു കഴിഞ്ഞാൽ നീ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയോ കഴിക്കുകയോ എന്നൊക്കെ. അപ്പോൾ ഞാനും വ്രതം എടുക്കും, സച്ചിയേട്ടൻ എങ്ങനെ കഴിക്കാതിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ കഴിക്കാൻ തോന്നാന്നൊക്കെ ചോദിക്കുകയാണ് രേവതി. ഇതേമാതിരി ശ്രീകാന്തിൻ്റെ അടുത്തും വർഷയുടെ അടുത്തും ഒക്കെ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.